നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഫ്ലാറ്റിൽ താമസിച്ച ശീലമൊന്നും മോളുടെ മമ്മിക്കില്ലല്ലോ. അച്ഛൻ തനിച്ചല്ലേ അവിടെയുള്ളൂ. മമ്മിയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ല. എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് സാധിച്ചു കഴിഞ്ഞാ ഞാൻ പോവും. മോക്ക് അതിനു മുൻപ് പോണമെങ്കിൽ മല്ലികയ്ക്കൊപ്പം പൊയ്ക്കോ. ഡാഡി തനിച്ചാണെന്ന വിഷമവും വേണ്ട. ഞാൻ കുറച്ചു സമയം കൂടി ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന. മമ്മി വന്നാലും കൂടെ പോവില്ലെന്ന് വാശി പിടിച്ച് നിൽക്കേ ഇവള്. മമ്മയ്ക്കൊപ്പം നിൽക്കാനല്ലേ മോളോട് പറയുന്നത്. പിന്നെന്താ, ഡാഡിയെ നോക്കാനായിട്ട് അവിടെ ആളുണ്ടല്ലോ. അത് പിന്നെ മല്ലികേ, നീ സാധനങ്ങളെല്ലാം എടുത്ത് ആ റൂമിൽ കൊണ്ടുവന്ന് വെക്ക്. മോക്ക് വേണ്ട റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെല്ലേ. ഒരു ദിവസം പോലും ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത മമ്മി എന്തിന് ഇവിടെ നിൽക്കുന്നു? അതാ എനിക്കറിയേണ്ടത്. മോളെ, ഇത് നിന്റെ മമ്മിയുടെ ജന്മനാടാ. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ വീട് വാങ്ങിയത്. അതെ, നിന്നോട് ഞാൻ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. വലിയ കടബാധ്യതയിൽ എന്റെ കുടുംബം തകർന്ന് പലരും പല വഴിക്കായി പോയി. ചിലര് ജീവനൊടുക്കി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടുപേരാ. ഒന്നെന്റെ അമ്മ, മറ്റൊന്നെന്റെ സഹോദരൻ. ഏട്ടൻ പുറത്തെവിടെയാണെന്ന് കേൾക്കുന്നു. എന്റെ അമ്മയെപ്പറ്റി ഒരു വിവരമില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അമ്മ ഇവിടെ ഏതോ ഒരു ഓർഫനേജിലുണ്ടെന്നൊരു സൂചന കിട്ടി. ഞാനും അമ്മയും വേർപിരിഞ്ഞിട്ട് 27 വർഷമായി. അമ്മയെ കണ്ടുപിടിക്കാനാ ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. മൈ ഗോഡ്, മമ്മി വെറുതെ ഒരു കഥ പറയാണോ? കഥയല്ല മോളെ, ജീവിതമാണ്. ഓർമ്മ വെച്ച നാള് മുതലും മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത് മമ്മിക്ക് ബന്ധുക്കളായി ആരുമില്ലെന്ന. അത് സത്യമായിരുന്നു. ഇപ്പോഴല്ലേ മോളെ നിന്റെ മുത്തശ്ശി ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നത്. മുത്തശ്ശിയെ നമുക്ക് കണ്ടുപിടിക്കണം. സഞ്ജുവിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണുമ്പോ അവരുടെ സ്നേഹം അനുഭവിക്കുമ്പോ എനിക്ക് ഒരു മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും ആശിച്ചു പോയിട്ടുണ്ട്. നമുക്കിറങ്ങാം മോളെ. സഞ്ജന മോള് വന്നിട്ടല്ലേ ഉള്ളൂ. മോള് പോയെന്ന് ഫ്രഷ് ആകും. ഞാൻ കേട്ടതൊക്കെ സത്യമാണല്ലേ? നീ മംഗലശ്ശേരിയിൽ പോകാറുണ്ടല്ലേ? അതിനെന്താ, സഞ്ജു സ്വാതി എന്റെ കോളേജ് കാലത്തെ ഫ്രണ്ട്സാ. പിന്നെ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ വാങ്ങിയത് നമ്മളല്ലേ? അതെന്തിനാന്നറിയോ നിനക്ക്? മംഗലശ്ശേരിക്കാരെ മുച്ചൂടും മുടിച്ചു കളയാൻ. എന്റെ കുടുംബം തകർത്തു കളഞ്ഞത് മംഗലശ്ശേരിക്കാരാ. അച്ഛന്റെയും ഏട്ടന്റെയും ആത്മഹത്യക്ക് കാരണക്കാര് അവര് മാത്രാ. ഞാൻ തിരയുന്ന എന്റെ അമ്മ മനോരോഗിയാണെന്ന സത്യം നീ അറിയണം. മുഴു ഭ്രാന്തി എന്റെ അമ്മ. ആ കുടുംബവുമായി നിനക്ക് ഒരു കൂട്ടുകെട്ടും വേണ്ട. ഞാനത് സമ്മതിച്ചു തരില്ല. എന്റെ ശത്രു എന്റെ മോളുടെ ശത്രുവാ. മോളെ, നമുക്ക് ഇറങ്ങാം മോളെ. മല്ലികേ, നീ മോളെ പറഞ്ഞത് മനസ്സിലാക്ക, അല്ലെങ്കിൽ നീ ജീവനോട് കാണില്ല. എന്തൊക്കെയാ മല്ലിക ഞാൻ കേൾക്കുന്ന? മോൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മംഗലശ്ശേരിയിലുള്ള ആരോടും ഭാവിക്കരുത്. ദേ, നിന്റെ മമ്മി ആരാന്നറിഞ്ഞാ നിനക്കാ വീട്ടിൽ പ്രവേശനം ഉണ്ടാവില്ല. മോള് വന്നേ, വാ. ചിലര് നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാ നമ്മളെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത്തരം ഒരവസ്ഥയിൽ ചെന്ന് പെട്ടതാണ് ശ്രീകുട്ടി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതായിരുന്നു വല്യച്ഛൻ കുടുംബവും. എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ താളപ്പിഴകൾ വന്നു തുടങ്ങിയത്?
അമ്മു ശ്രീകുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായ ശേഷമല്ലേ? അത് കവിത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. അതെ, ഞാനും വല്യേച്ചി അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അതെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് വല്യേച്ചിയോട് പറയണമെന്ന് തോന്നി. ശ്രീകുട്ടിക്ക് എപ്പോഴൊക്കെ അപകടം പറ്റിയിട്ടുണ്ടോ അതൊക്കെ അമ്മുന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു തവണയല്ലല്ലോ, 2 തവണയായി. അതെ, അമ്മുന്റെ നാട്ടിൽ നിന്ന് ആരോ അയച്ച വിവാഹ ആൽബം വാങ്ങാൻ പോയപ്പോഴാ ശ്രീകുട്ടിയുടെ നേരെ ആദ്യത്തെ വധശ്രമം ഉണ്ടായത്. ശ്രീകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിന്നാലെ അതേ സ്ഥലത്തേക്ക് അമ്മുവും പോയി. ശ്രീകുട്ടിയെ വണ്ടി ഇടിക്കുന്നതിന് അവളും ദൃക്സാക്ഷിയാ. സഞ്ജു അവിടെ എത്തിയത് വണ്ടി കംപ്ലൈന്റ് ആയതിന്റെ പേരിൽ ശ്രീകുട്ടി വിളിച്ചിട്ടാ. അത് ചെയ്തത് ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്ത ലൂക്കയുടെ കേസിലും അന്വേഷണം വഴിമുട്ടി നിൽക്കുക. അച്ഛനെ വിളിച്ച ആ സ്ത്രീ ആരാ കവിതേ? അത് ഫാബ്രിക്കേറ്റഡ് ആണെങ്കിലോ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാ പോരെ. അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി ആർക്കും ഒരറിവുമില്ല. 2ാമത്തെ മർഡർ അറ്റംപ്റ്റ് നടന്നത് എപ്പോഴാണെന്ന് വല്യേച്ചിക്ക് അറിയോ? അമ്മുന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയ ഉടനെ. അങ്ങനെയൊക്കെ ഈ വീട്ടിലുണ്ടായോ? അയ്യോ, വല്യേച്ചി ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ആ ഡിറ്റക്റ്റീവ് പണി തുടങ്ങിയ ഉടനെ ശ്രീകുട്ടി വിഷം കുത്തിവെച്ച നിലയിൽ ഹോസ്പിറ്റലിലായി. ആ ഡിറ്റക്റ്റീവ് അമ്മുന്റെ ഭർത്താവിന്റെ അടുത്തെത്തി കഴിഞ്ഞുന്നാ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അമ്മുന്റെ ഭർത്താവ് ആരാണെന്നുള്ള സത്യം ശ്രീകുട്ടി അറിയരുത് എന്നല്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന് പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കവിതേ, ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എങ്ങനെ അറിയാന്? ആ ഡിറ്റക്റ്റീവ് ശ്രീകുട്ടിയെ കാണാൻ ഇവിടെ വന്നിരുന്നു. അയാൾ ഉദ്ദേശം പറയാത്തതുകൊണ്ട് സഞ്ജു തിരിച്ചയച്ചു. ഗേറ്റിന് മുന്നിൽ വച്ചാ ഞാൻ അയാളെ കാണുന്നത്. എന്നോട് അയാൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശ്രീകുട്ടിയോട് വിവരം പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഉടനെ ശ്രീകുട്ടി അയാളെ തിരിച്ചു വിളിക്കാൻ നോക്കി. അപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഡിറ്റക്റ്റീവിന്റെ നമ്പർ അവളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ വിവരം. ആ നമ്പർ ഡിലീറ്റ് ചെയ്തത് അമ്മു തന്നെയാ. അയാള് പലതവണ ശ്രീകുട്ടിയെ വിളിച്ചിട്ടും കിട്ടാതെ വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിറ്റക്റ്റീവിന്റെ നമ്പർ അമ്മു ബ്ലോക്ക് ചെയ്തു എന്നല്ലേ? സത്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. നീ വിചാരിച്ച അയാളെ കണ്ടുപിടിക്കാനാവും. എന്റെ മോൾക്ക് ഇത് സംഭവിച്ചതിന് പിന്നിൽ ആ പെണ്ണിന് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.